സ്വാമിയേ ശരണമയ്യപ്പ. ഒരു ചെറിയ കഥ ഓർമ്മ വരികയാണ്. അയ്യപ്പസ്വാമിയുടെ കുട്ടിക്കാലം. വിദ്യ പഠിക്കാൻ ദേവലോകത്ത് പോകുന്നു. അവിടെ ചെന്ന് വിദ്യകളൊക്കെ പഠിച്ച് ദേവമണ്ഡപത്തിൽ ദേവന്മാരോടൊപ്പം മത്സരത്തിൽ ഏർപ്പെടുന്നു. പാണ്ഡിത്യത്തിൽ അയ്യപ്പനെ തോൽപ്പിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവന്മാർ അയ്യപ്പനോട് ഒരു പന നിർമ്മിക്കാമോ എന്ന് ചോദിക്കുന്നു. അയ്യപ്പൻ നിറയെ കുലകളോടുകൂടിയ ഒരു കരിമ്പന ദർഭപ്പുല്ല് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ദേവന്മാരെ വിളിച്ച് അവർക്ക് കാണിച്ചു കൊടുത്തു. വേറൊരു പുല്ലെടുത്ത് ഒരു അമ്പും വില്ലും നിർമ്മിച്ച് പനയുടെ കുരൽ ലക്ഷ്യമാക്കി അമ്പെയ്തു. അമ്പ് കരിമ്പനയുടെ കുരലിൽ തട്ടുകയും കരിമ്പനയുടെ തേങ്ങയിൽ അമ്പ് തറച്ചപ്പോൾ അതിൽ നിന്ന് നീര് ഇറ്റിറ്റ് വീഴുകയും ചെയ്തു. അങ്ങനെ ഇറ്റ് വീണിട്ടുള്ള നീര് അയ്യപ്പസ്വാമി കൈക്കുമ്പിളിൽ എടുത്ത് പാനം ചെയ്തു. ഇത് കണ്ട ദേവന്മാർ കരിമ്പനയുടെ നീര് മദ്യമാണെന്നും അതുകൊണ്ട് മദ്യം കുടിച്ച ഇവൻ ഇനി ദേവമണ്ഡപത്തിൽ കയറാൻ പാടില്ല എന്നും പറഞ്ഞു അവനെ ദേവമണ്ഡപത്തിൽ നിന്നും ഇറക്കി വിട്ടു. ഇത് കേട്ട അയ്യപ്പൻ സങ്കടത്തോടെ പിതാവായ പരമശിവനോട് ചെന്ന് കാര്യങ്ങൾ വിസ്തരിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പിതാവ് അയ്യപ്പനെ സമാധാനിപ്പിച്ചു. ദേവസഭയിലേക്ക് വിദ്യ പഠിക്കാൻ പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിന്റെ ദൗത്യം ഭൂമിയിൽ ആസുരിയന്മാരെ നിഗ്രഹിച്ച് ധർമ്മം പരിപാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കലിയുഗത്തിൽ നീ ഭൂമിയിൽ പോയി വസിക്കുകയും അവിടെ ഭക്തന്മാരെ അനുഗ്രഹിച്ച് ധർമ്മ അനുസരണം പരിപാലിച്ചുകൊണ്ട് അവിടെ ഭൂമിയിൽ കുടികൊള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞ് പിതാവായ പരമശിവൻ അദ്ദേഹത്തെ ഭൂമിയിലേക്ക് അയക്കുന്നു. അങ്ങനെ ശ്രീ അയ്യപ്പസ്വാമി ശബരിമലയിൽ കുടികൊള്ളുകയും ധർമ്മ സംരക്ഷണാർത്ഥം ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് അവിടെ കഴിയുന്നു. ഈ സന്ദർഭത്തിൽ ആണ് അയ്യപ്പസ്വാമിയുടെ ആഭരണങ്ങളും സ്വത്തുമെല്ലാം കളവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സ്വാമിയെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ അയ്യപ്പസ്വാമിയുടെ സ്വത്ത് മോഷ്ടിക്കുക എന്ന വിചിത്രമായ ഒരു സംഭവം കേരളത്തിൽ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കേരളത്തിലെ 69ാമത് കേരള പിറവിദിനം ആഘോഷിക്കുമ്പോൾ ഇത്രയും നീചവും മോശവുമായ ഒരു സ്ഥിതിവിശേഷം കാണേണ്ടി വരുന്നതിൽ ഭക്തജനങ്ങൾക്ക് അതീവ സങ്കടം ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും മോഷ്ടാക്കളെ അയ്യപ്പസ്വാമിയുടെ കാരുണ്യത്താൽ പിടികൂടുകയും അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും താല്പര്യവും ഉണ്ടാവും എന്ന പ്രതീക്ഷയും ഭക്തജനങ്ങൾക്ക് ഉണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ.